Hello children, so let's discuss the anharmonic oscillator. Okay, now ഇവിടെ എന്താ കാര്യം വെച്ചാൽ നമുക്കുള്ള look, we have a diatomic molecule അല്ലേ, നമ്മളിങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ diatomic molecule ഇത് നമ്മൾ വലിക്കുമ്പോൾ നമുക്ക് elongationും ഇത് അമർത്തുമ്പോൾ when you push it towards the other ഒരു മോളിക്യൂൾ ഒരു ആറ്റം എടുത്ത് ആ മോളിക്യൂളിൻ്റെ അടുത്തേക്ക് ഇത് വരുമ്പോൾ കംപ്രഷനാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, ഇതിങ്ങനെ വലിക്കലും കംപ്രസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, എന്നിട്ട് ഒന്ന് വലിച്ചിട്ട് നമ്മളൊന്ന് വിട്ടുമ്പോൾ വാട്ട് യു ആർ സീയിങ് ഇസ് ഒരു വൈബ്രേഷണൽ മോഷൻ വിച്ച് ഇസ് വാട്ട് വി കോൾ ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഓർ ദ ആൻഡ് സച്ച് ഇതിനാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നും പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് ഒരു കണ്ടീഷനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഒരു ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ് നമ്മളിത് ഈ ആറ്റംസെ നമ്മൾ ഒന്ന് വലിച്ചാൽ വാട്ട് ഹാപ്പൻസ്, അവിടെ ഡിസോസിയേഷനാണ്, ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരണതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ we were not sure അപ്പോൾ how so അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഇതിൽ ആ ഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പെർഫെക്റ്റ്ലി ഈക്വലി സ്പേസ്ഡ് വൈബ്രേഷണൽ ലെവൽസിൽ അവിടെ ഒരു വ്യത്യാസം വന്നു. ഓക്കെ, വാട്ട് യു ആർ സീയിങ് നൗ ഇസ് ദാറ്റ് ഈ ലെവൽസ് just draw it a bit better, that is ഇങ്ങനെയാവും. അതിൽ ഈ ലെവൽസ് ഹയർ ഇതിൽ വരുമ്പോൾ ദേ ആർ ബിക്കമിങ് ക്ലോസ്ലി പാക്ഡ്. ഓക്കെ, എന്ത് ഹയർ, ദാറ്റ് ഇസ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഓക്കെ, നൗ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ഡ്രോൺ ഇറ്റ് ടുഗെദർ ഹിയർ ആൻഡ് വാട്ട് യു വിൽ സീ ഇസ് ദ പിങ്ക് ലൈൻ ആണ് നമ്മുടെ ടിപ്പിക്കൽ simple harmonic oscillator ഉള്ളത്, and the blue is what we have when there is unharmonicity. അപ്പോൾ ഈ ഹാർമോണിക് ബിഹേവിയർ എന്ന് മാറുന്നതിനാണ് നമ്മൾ ഈ അൺഹാർമോണിസിറ്റി എന്ന് പറയുന്നതും. അങ്ങനത്തെ ഉള്ള ഒരു ഓസിലേറ്ററിനെ ഞാൻ അൺഹാർമോണിക് ഓസിലേറ്റർ എന്നും വിളിക്കും. അതിൻ്റെ ആ കർവ് ഈ രീതിയിലാണ്, ആ ബ്ലൂ ലൈൻ പോണ പോലെയാണ് പോണത്. ആൻഡ് വാട്ട് യു വിൽ സീ ഇസ് അറ്റ് ദിസ് എൻഡ്. ഓക്കെ, വാട്ട് യു ആർ സീയിങ് ഇസ് see this energy. At this energy you will see that both atoms നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ട് ഇരിക്കും. ഓക്കെ, സോ ഇതിന് ഈ ഒരു ഇതിൻ്റെ എനർജി ഫങ്ഷൻ ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു പൊട്ടൻഷ്യൽ കേർവ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടണത്. ഈ കേർവ് പല എക്സ്പ്രഷൻസ് നമുക്ക് കൊടുക്കാം. അത് ഏറ്റവും കറക്റ്റായിട്ട്, അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉള്ളത് വാസ് ദ വൺ വിച്ച് വാസ് ഡിസ്ക്രൈബ് ബൈ PM മോസ്. ആൻഡ് അതുകൊണ്ടാണ് ഇതിനെ മോസ് ഫങ്ഷൻ എന്നും അല്ലെങ്കിൽ മോസ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ആൻഡ് ആ ഒരു ഇത് കിട്ടുന്നത് ഇസ് ആക്ച്വലി this is the relation, okay, dE into 1 minus e raised to a into re minus r, where re is the equilibrium distance. Okay, the whole square ingane venda. Yeah, so that is dE is supposed to be the dissociation energy, that is the equilibrium dissociation energy. Okay, minus e raised to a into re minus r, the whole square. Okay, the whole e 1 minus e exponential term and square ആണ്. Okay, now ഈ a എന്താ, ഈ a എന്ന് പറഞ്ഞാൽ it is a constant. Okay, it is a constant and very specific to a molecule. ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് ഈ കോൺസ്റ്റന്റ് a-ന്. ഓക്കെ, and let us now look at what is this dE and re. ഈ re എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഇസ് എ ബോണ്ട് ഏറ്റവും ലോവസ്റ്റ് എനർജിയിൽ ഇരിക്കുന്നതിൻ്റെയാണ് നമ്മൾ ആ that distance. Okay, this is what is our equilibrium. Okay, lowest energy point. Now but you know that, see, ഞാൻ അവിടെ ആ ഒരു 0 point എനർജിയുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ. സോ ദി ബോണ്ട് ശരിക്കും ഡിസോഷിയേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രം ഹിയർ. ഓക്കെ, അതായത് ലോവസ്റ്റ് വൈബ്രേഷണൽ ലെവലിൽ തൊട്ട്
ഇവിടെയാണ്, and that is what we denote as D0. So എനിക്ക് എത്ര എനർജി കൊടുക്കണം for this bond to dissociate means actually it is DO, and that is DE minus your half H nu. നമ്മൾ this is in joules-ലാണ്. Okay, ഇങ്ങനെ ചെയ്യുമ്പോൾ this is how we can get the amount of energy that you require to dissociate. Okay, now idokke vechittu what we can understand is that as your this R approaches infinity, അതായത് ഇവിടെ ഈ R when it approaches infinity, you will see that the equilibrium dissociation energy will tend to 0. That is, potential energy will tend to 0. Now ഇത് വെച്ചിട്ട് what we have നമ്മുടെ Schrodinger wave equationലും ഒക്കെ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ you will get that the ഞാൻ വേവ് നമ്പർ കൺസെപ്റ്റിലാണ് എനർജി എഴുതുന്നത്. ദി എനർജി, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവിടുത്തെ എനർജീൻ്റെ ആ ഗ്യാപ്പ് വ്യത്യാസം വന്നു, അത് നമുക്ക് കിട്ടാനുള്ള ഒരു അപ്രോക്സിമേഷൻ വെച്ചിട്ട്, അതായത് Schrodinger wave equationൽ നമ്മൾ ഇത് ചെയ്ത് we will see that you can write it as V plus half. I'm going to use omega, okay, because a standard book നമ്മൾ എപ്പോഴും ഒമേഗയാണ്, ഒമേഗ ബാർ ആണ് യൂസ് ചെയ്യുന്നത്. ഒമേഗ ബാർ when it is in wave numbers, അതായത് സെൻറ്റിമീറ്റർ -1 ഉള്ള യൂണിറ്റിലാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ, that is energy expressed in centimeter -1 എപ്പോഴും ഓർത്തോളൂ there is always a bar. Okay, so here ഇങ്ങനെയാണ്, ബിക്കോസ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലൊക്കെ നമ്മൾ ഈ ഒമേഗ ആണ് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിക്ക് ഉപയോഗിക്കുക. ആൻഡ് ദ കറക്ഷൻ ടേം വരുന്നതാണ് -V plus half raised to the square omega bar E into XC. ഇതിൻ്റെ വീണ്ടും അടുത്ത ടേംസ് ഇങ്ങനെ ഒരു ശരിക്കും ഒരു സീരീസ് ആണ് ഇതിൻ്റെ. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ദ നെക്സ്റ്റ് വിൽ ബി V plus half raised to cube omega bar E into YE അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും. പക്ഷെ നമ്മുടെ ഒരു അപ്രോക്സിമേഷൻ നമ്മുടെ ആദ്യത്തെ രണ്ട് ഇതുവരെ മതി, അതായത് രണ്ട് ടേംസ് വരെ നമുക്ക് മതി. ആൻഡ് അതൊരു വളരെ നല്ലൊരു അപ്രോക്സിമേഷനാണ് നമുക്കതിൽ കിട്ടുക. ആൻഡ് വാട്ട് ഈസ് ദിസ് XC? ഈ XC എന്ന് പറയുന്നതാണ് നമ്മുടെ harmonicity constant. Okay, and so this is what you have to remember very well. That is, and this XC nu parna epprum it is a positive quantity and it is very small value. ഒരു 0.01 ഒക്കെ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ജനറലി നിങ്ങളുടെ ഇതിൽ ദിൽ ഗിവ് യു ദിസ് വാല്യൂ, ഇത് XC ഇതാണ്, ഹാർമോണിസിറ്റി കോൺസ്റ്റൻറ്റ് ഇസ് ഫൗണ്ട് ടു ബി സോ മച്ച് എന്നൊക്കെ പറഞ്ഞാണ് പ്രോബ്ലംസിൽ നിങ്ങൾക്ക് തരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് നൗ ദ ന്യൂ എനർജി ലെവൽസ്, അതായത് അൺഹാർമോണിക് ഓസിലേറ്ററിൽ അൺഹാർമോണിസിറ്റി വന്നുകൊണ്ട് എനർജി ലെവൽസ് ഈക്വലി സ്പേസ്ഡ് അല്ല, അത് കുറയണു. ആ കുറവ് അതുകൊണ്ടാണ് ഈ മൈനസ് സൈൻ. അതും ഒരു സ്ക്വയർ ടേമും കൂടി വരുമ്പോൾ അത് സ്പേസിങ് ഇങ്ങനെ ഇതായിട്ട് വരും. ആസ് യുവർ കുറഞ്ഞു വരും ആസ് യുവർ V ഇസ് ഇൻക്രീസിങ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ആ യു സി ആസ് യു ഗോയിങ് അപ്പ് യു സീയിങ് ക്രൗഡിങ്. ഓക്കെ, അത് ബിക്കോസ് ഓഫ് ദിസ് സ്ക്വയർ ടേം ആയിട്ട് വന്നുകൊണ്ട് V ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്രയും വാല്യൂ മൈനസ് ചെയ്യണ്ടേ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ആൻഡ് ദെൻ വി ഹാവ് എ എക്സ്പ്രഷൻ ഫോർ ദി dissociation energy, that is the equilibrium dissociation energy, which is equal to omega bar E by 4XE. Okay, ഈ റിസൾട്ട്സ് നമ്മൾ ഓർത്ത് വെച്ചോളണം. Okay, and like I said, you can also calculate the D0 by this expression. So നെക്സ്റ്റ് ഇസ് നമുക്ക് ഇനി ചില കാര്യങ്ങൾ നമുക്കറിയണം. ദാറ്റ് ഇസ് വാട്ട് ഈസ് കോൾഡ് ദിസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി.
ഓക്കെ. ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താ വെച്ചാൽ മിക്ക മോളിക്യൂൾസ് നമുക്കുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഓക്കെ, റൂം ടെമ്പറേച്ചർ, അറ്റ് ദ റൂം ടെമ്പറേച്ചർ ദേ ആർ അറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ള ട്രാൻസിഷൻസ് എപ്പോഴും വരുന്നത് V is equal to 0 to V is equal to 1 തൊട്ടാണ്. ഓക്കെ, സോ ഈ ട്രാൻസിഷൻ, അതായത് V is equal to 0 going to V is equal to 1, ബിക്കോസ് നമ്മുടെ സെലക്ഷൻ റൂൾ ഇസ് ഡെൽറ്റ V equal to +or-1. ഇങ്ങനെയുള്ള ട്രാൻസിഷന് ഇതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്നും പറയുന്നത്. ആൻഡ് ആ പോണ അതിൻ്റെ ആ എനർജി ഗ്യാപ്പിൽ ഇത് കിട്ടണില്ല, ആ എനർജി ഗ്യാപ്പിൻ്റെ ഉള്ള ഫ്രീക്വൻസി, ദാറ്റ് ഇസ് ഫ്രീക്വൻസി ഇസ് കോൾഡ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ, സോ ആ ട്രാൻസിഷൻ വിച്ച് the frequency of the transition from where it is going from the V is equal to 0, അതായത് lowest vibrational state to the first excited vibrational state, like ground state in the first excited state, like പോകുമ്പോൾ which can be, it can be also up or down, അതായത് first excited state in the താഴോട്ടും വരുന്നത്. So that means there is absorption or emission. Okay, this is called fundamental transition, and the frequency corresponding to this fundamental transition is the fundamental frequency. Okay, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ദി ഫണ്ടമെൻ്റൽ എന്ന് വെറും ആയിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫോർ എ മോളിക്യൂൾ. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് സെലക്ഷൻ റൂളാണ്. ആർക്ക്? അൺഹാർമോണിക് ഓസിലേറ്റർ. Now ഈ അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇതിൽ ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഡെൽറ്റ V equal to +or-1 വരുള്ളൂ. പക്ഷെ അൺഹാർമോണിക് ഓസിലേറ്റർ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ആ ഒരു സെലക്ഷൻ റൂളിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വരും. ഓക്കെ, ആൻഡ് there what you will see that you will see V is equal to 0 going to V equal to 2, V is equal to 0 going to V equal to 3, അതായത് ഹയർ താഴത്തെ ലെവലിൽ നിന്ന് ഹയർ ലെവൽസിലേക്ക് പോവും. ആൻഡ് നമുക്കവിടെ നമ്മുടെ സെലക്ഷൻ റൂൾ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് ഈസ് +or-1, +or-2, +or-3 അങ്ങനെ പോവും. ഓക്കെ, സോ ഹയർ ലെവൽസിലേക്കും, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ജമ്പ് നമുക്ക് +1 ജമ്പ് അല്ല, നമുക്ക് മോർ ദെൻ അതായത് 2 പടി 3 പടി അങ്ങനെയൊക്കെ ചാടാൻ പറ്റും. ആൻഡ് ഇതിലാണ് റിമെമ്പർ ദാറ്റ് ദ +1 -1 ഇസ് വാട്ട് വി കോൾഡ്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻസും ബാക്കിയൊക്കെ അതിനെ നമ്മൾ ഓവർ ടോൺസ് എന്ന് പറയും. ഓക്കെ, സോ ഇഫ് ഐ ഹാവ് ഇങ്ങനെ എൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ, and I have my, this is the V is equal to 0, V is equal to 1, V is equal to 2, V is equal to 3, ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവുമ്പോൾ what you will see is, this is V equal to 0, V equal to 1, 2, 3, 4. This one is what is my fundamental. V equal to 0 to V equal to 2 പോണതിനെയാണ് ഞാൻ ഫസ്റ്റ് ഓവർ ടോൺ എന്ന് പറയുന്നത്. V equal to 0 going to V equal to 3 എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഓവർ ടോൺ. ഓക്കെ, അപ്പോൾ ഇതുപോലെ I will have, these are what are called overtones. എപ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ്. ആൻഡ് ഇൻറ്റൻസിറ്റി, ഓൾവേസ് റിമെമ്പർ there is a play of the intensity. എപ്പോഴും നമുക്ക് ഫണ്ടമെൻ്റലിൻ്റെ, ഓക്കെ, അതായത് V equal to 0 going to V equal to 1, the fundamental transitionൻ്റെ intensity will always be greater. Okay, then it will be the first overtone, then second overtone, over 2. അങ്ങനെയാണ് അതിൻ്റെ ആ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ പോവുക.
പിന്നെ കാണുന്ന ഒരു ബാൻഡ് നമുക്ക് ഈ എന്താ പറയുക ആ സ്പെക്ട്രത്തിൽ കാണുന്നതാണ്. ദിസ് ഇസ് സംതിങ് കോൾഡ് ഹോട്ട് ബാൻഡ്സ്. ഓക്കെ, ഈ ഹോട്ട് ബാൻഡ് എന്താ വെച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഹോട്ട്. ഓക്കെ, അതായത് ചൂടാവുമ്പോൾ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ചില ബാൻഡുകൾ നമ്മൾ കാണും ദാറ്റ് യുനോ അത് ചൂടാവുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു. ഓക്കെ, സോ അതായത് ഇത് ശരിക്കും സംഭവം എന്താ വെച്ചാൽ ഇവർ വീക്ക് എബ്സോർപ്ഷൻസ് ആണ്. ഓക്കെ, ആൻഡ് ഇതിൽ ടെമ്പറേച്ചർ നമ്മളിങ്ങനെ കൂട്ടുമ്പോൾ ഈ വീക്ക് അബ്സോർപ്ഷൻസ് അത് നല്ല പോലെ യു സീ ദം വെരി 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 കുറച്ചുകൂടി നല്ല എന്താ പറയുക ഇൻറ്റൻസിറ്റി വരുന്നു. ഓക്കെ, സോ ഇത് ചൂടാവുമ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി വരണേൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ബട്ട് സോ ഹോട്ട് ബാൻഡ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ യുനോ ഈ യു സീ ദിസ് ഒൺലി വെൻ അതെന്താ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടുന്നത് വെൻ യു പ്രൊവൈഡ് ഹീറ്റ്. ഓക്കെ, സോ നൗ വാട്ട് ഈസ് ദിസ് ആക്ച്വലി ഹാപ്പനിങ്, വാട്ട് ആർ ദീസ്? സോ ജനറലി നമ്മളിപ്പോൾ നോക്കും ഇവിടെ ഒരു ആ ഇൻറ്റൻസിറ്റി കുറവ് വരുന്നത് ആർക്കാ? ഹയർ, അതായത് v = 0 എന്ന് ഹയർ ജംപ്സിലേക്ക് പോകുമ്പോഴല്ലേ, ഫസ്റ്റ് ജമ്പിലല്ലാതെ രണ്ടാമത്തെ പടിയിലേക്ക് മൂന്നാമത്തെ പടിയിലേക്ക് ചാടുമ്പോഴാണ്, ഏറ്റവും താഴെ നിന്ന് ചാടുമ്പോഴാണ് നമുക്ക് ഈ ഇൻറ്റൻസിറ്റി കുറയണത്. സോ ജനറലി നമുക്കൊരു സ്പെക്ട്രം കാണുമ്പോൾ വീക്ക് അബ്സോർപ്ഷൻ പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി കുറവുള്ളത്, അത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി നമ്മളത് ഓവർടോൺ ആണ് എന്ന് പറയാനാണ് നമ്മുടെ ഇത് ഒരു ടെൻഡൻസി വരുന്നത്. പക്ഷെ ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഹിയർ. ഓക്കെ, ഇവിടെ വരുന്നത് ഇസ് ആക്ച്വലി ദ ട്രാൻസിഷൻ ഇസ് ഗോയിങ് നോട്ട് ഫ്രം 0 ബട്ട് ഇറ്റ് ഇസ് ഗോയിങ് ഫ്രം v = 1 ടു എ ഹയർ സ്റ്റേറ്റ് 2 എവിടെയെങ്കിലും അങ്ങനെ ആവും. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഇതിൻ്റെ ആ ഒരു വാല്യൂ, ഓക്കെ, അത് ഈ ഹയർ നൗ വൈ ഇസ് ഇറ്റ് ദാറ്റ് ദിസ് ഇസ് വീക്ക്? അതാണല്ലോ ആദ്യം നമുക്ക് പറയണ്ടേ. നമുക്കറിയാം ബോൾട്സ്മാൻ, ഓക്കെ, ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, MANN ആണ്. ദ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ദ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ, അതായത് നമുക്കിങ്ങനെ കുറേ ലെവൽസ് ഉണ്ടെങ്കിൽ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വിൽ ബി മോർ പോപ്പുലേറ്റഡ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഈ ഇത്രയും മോളിക്യൂൾസ് എല്ലാവരും മുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് ഈ ഹൗ intense the band is all because of the number of molecules in that particular ആ ലെവൽ. അപ്പോൾ എത്ര മോളിക്യൂൾസ് മുകളിലേക്ക് ചാടി എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടുന്നത്. Now when you going from v = 1, generally excited states ഉണ്ടാവണ number of molecules are always less. Okay, fine. So ഇവിടെ യുനോ അപ്പോൾ അവരുടെ ട്രാൻസിഷൻ തൊട്ടടുത്തുള്ള ലെവലിലേക്കുള്ള ട്രാൻസിഷൻ നോക്കുമ്പോൾ വാട്ട് യു ആർ സീയിങ് ഇസ് അത് വീക്കായിരിക്കും. എന്താ വെച്ചാൽ കുറവ് നമ്പർ ഓഫ് ആൾക്കാരല്ലേ മുകളിലേക്ക് പോയുള്ളൂ, അപ്പോൾ ആ ഇൻറ്റൻസിറ്റി വിൽ ബി വെരി വീക്ക്. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് വെൻ യു ആർ ഗിവിങ് ഹീറ്റ്? ഓക്കെ, ഹീറ്റ് നമ്മൾ just showing delta to show that it is heat. Okay, or I can so heat provide ചെയ്യുമ്പോൾ നമ്മുടെ ഈ മോളിക്യൂൾസിന് എക്സ്ട്രാ എനർജി കിട്ടിയിട്ട് ദേ ആർ ജമ്പിങ് ടു ദ ഹയർ ലെവൽ. ഓക്കെ, അപ്പോൾ ആ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഈ ഇവിടുത്തെ പോപ്പുലേഷൻ കൂടി അല്ലേ, ആ v = 1 എക്സൈറ്റഡ് സ്റ്റേറ്റിലത്തെ അതിൻ്റെ പോപ്പുലേഷൻ കൂടുന്നു. ആൻഡ് സോ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അവർ നമുക്ക് കൂടുതൽ കാണുന്നത്. Okay, so this is what is called your hot bands. And ഈ overtones തമ്മിൽ നമ്മൾ ഈ hot bands overtones തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത് ഇതെന്താ വെച്ചാൽ ഈ overtones എപ്പോഴും will be at frequencies higher than the fundamental. Okay, അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ ഇപ്പോൾ സപ്പോസ് ഫണ്ടമെൻ്റലിൻ്റെ ഫ്രീക്വൻസി ഇസ് സംതിങ് ലൈക്ക്
ഒരു പെർട്ടിക്കുലർ ഒമേഗ ബാർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഒമേഗ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഓവർ ടോണിൻ്റെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ജനറലി 2 ഒമേഗ. ഒമേഗ ഇ എന്നാണ് നമ്മൾ എഴുതുക. ഇറ്റ് വിൽ ബി ജനറലി ഡബിൾ ആണ്. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് 2 പടിയല്ലേ ചാർജ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ആ അൺഹാർമോണിസിറ്റി ഭാഗം കൂടിയും കൂട്ടണം. പക്ഷെ എന്നാലും അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ടാണ് നമുക്കത് വരിക. ഓക്കെ, പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹോട്ട് ബാൻഡ്സ് എപ്പോഴും ലോവർ ഫ്രീക്വൻസിയിലാണ് നമ്മൾ കാണുക. ഓക്കെ, നിയർ ദ ഫണ്ടമെൻ്റൽ. ഓക്കെ, or ചിലപ്പോൾ at sometimes even a little bit lesser level, a lesser value, because നമുക്കറിയാം ഈ ഒരു ഇതിൽ v equal to 0 as you go up it is crowding, no? അപ്പോൾ അതിൻ്റെ ഹയർ സ്റ്റേറ്റിൻ്റെ ഈ ഡിഫറൻസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ദ ഫസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഫണ്ടമെൻ്റലിൻ്റെ കാട്ടിലും എപ്പോഴും ഈ എനർജി കുറയാനാണ് സാധ്യത. സോ ദാറ്റ് ഇസ് വൈ വി സേ ഹോട്ട് ബാൻഡ്സ് എപ്പോഴും ഇച്ചിരി കുറവാണ്. നേരെ മറിച്ച് ഈ ഓവർ ടോൺസ് എപ്പോഴും റിമെമ്പർ ഇറ്റ്സ് അറ്റ് ഹയർ ഫ്രീക്വൻസിയും ഡബിളും ട്രൈസും ഒക്കെ ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് നമ്മളതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. ആൻഡ് അതും ഹയർ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നത് കാണുമ്പോൾ നമുക്കത് അറിയാം ദിസ് ഇസ് എ ഹോട്ട് ബാൻഡ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഐ സ്റ്റോപ്പ് ഹിയർ. അതായത് സോ വി ഡിസ്കസ് വാട്ട് ഇസ് ദി അൺഹാർമോണിക് ഓസിലേറ്റർ. നമ്മൾ ഡിസോസിയേഷൻ എനർജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വി ലുക്ക്ഡ് ഇൻ ടു ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. സെലക്ഷൻ റൂൾ ഞാൻ പറഞ്ഞു. ഓവർ ടോൺസും ഹോട്ട് ബാൻഡ്സും എന്താണെന്നും പറഞ്ഞു. സോ റിമെമ്പർ ഹോട്ട് ബാൻഡ്സിൻ്റെ എസ്പെഷ്യലി ആ ബോൾസ്മാൻ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇത് പ്രകാരമാണ് അത് വരുന്നത്. I could also tell you about, yes, one more thing. I'll just let me also come to this combination bands. Okay, that's also an important thing. ആ രണ്ട് കാര്യം കൂടിയും പറഞ്ഞിട്ട് we'll stop. So we have combination bands and Fermi resonance. ഈ രണ്ട് കാര്യം കൂടിയും പറയാം. ഓക്കെ, സോ വാട്ട് ആർ കോമ്പിനേഷൻ ബാൻഡ്സ്? ഈ കോമ്പിനേഷൻ ബാൻഡ്സ് എങ്ങനെയാ വെച്ചാൽ 2 ഫണ്ടമെൻ്റൽസ്. ഓക്കെ, 2 ഫണ്ടമെൻ്റൽസ് വളരെ അതായത് 2 or more. ഓക്കെ, ഇതിനെ എക്സൈറ്റ് ചെയ്യണത് നമ്മൾ സൈമൾട്ടേനിയസ്ലി എക്സൈറ്റ് ചെയ്യണം. ഓക്കെ, ദേ ആർ simultaneously excited. Okay, and what you will see is that അവരുടെ ഒരു addition or sometimes also difference ഇങ്ങനെ നമുക്ക് ഒരു ബാൻഡ് നമ്മൾ കാണുന്നു which is actually a combination. അതായത് ഇത് രണ്ടും ആഡ് ചെയ്യണതായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം. സോ 2 ഫണ്ടമെൻ്റൽസ് ഒന്നിച്ചിങ്ങനെ സൈമിൾട്ടേനിയസ്ലി എക്സൈറ്റ് ചെയ്യണു. അവിടെ ഒരു കപ്ലിംഗ് നടക്കുന്നതാണ്. ഓക്കെ, ദർ ഇസ് എ കപ്ലിംഗ് ആൻഡ് യു വിൽ സീ ദാറ്റ് there will be either addition or subtraction. ഇത്രയും നമുക്ക് of the frequency, and this is what is called combination bands. Okay, so avade endha you will see is that see നമുക്കിങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ബാൻഡ്സ് കാണുമ്പോൾ ഒരു തൊട്ടടുത്ത് യു വിൽ സീ ലൈക്ക് ദിസ്. സോ നടുക്കിലാണ് വരേണ്ടത് അതിൻ്റെ, പക്ഷെ അത് അപ്പുറവും ഇപ്പുറവും ഉള്ള കോമ്പിനേഷൻസ് പോലെ ഇങ്ങനെയായിട്ട് നിൽക്കും. ഓക്കെ, ദ ബാൻഡ് നമുക്ക് ആ സ്പെക്ട്രത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വൺ തിങ് വിച്ച് ഇസ് വി ഹാവ് ടു നോ ഇസ് ദ ഫെർമി റെസൊണൻസ്. ഈ ഫെർമി റെസൊണൻസ് എന്താ വെച്ചാൽ ദർ ഇസ് സി നൗ യു ഹാവ് 2 or more vibrational energy levels of the same symmetry species. Okay, അപ്പോൾ നമുക്ക് 2 or more vibrational levels which are lying very close to each other. Okay, വളരെ അടുത്ത നിൽക്കുമ്പോൾ ഈ what will happen is that there will be a resonance. Okay, ഇത് ഫെർമി ആണ് ഇത് ആദ്യം കണ്ടുപിടിച്ച ആള്. സോ ദിസ് ഇസ് വാട്ട്, and it was seen in the case of carbon dioxide molecule. And so ഒരു ചെറിയ ഷിഫ്റ്റ് ഇൻ എനർജീസ് വരും. ഓക്കെ, സോ ദ തിങ് ഇസ് ദാറ്റ് 2 energies which are very close, and അപ്പോൾ അവിടെ ഒരു റെസണൻസ് ഇഫക്റ്റ് ആണ് വരുന്നത്. ആൻഡ്
ഇത് ഇങ്ങനെ ഒരു ഫെർമി റെസൊണൻസ് കാണണം എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദ ടു വൈബ്രേഷൻസ് must have the same symmetry. It's a very important condition there. Okay, they must have the same symmetry, and you know the transitions, അതായത് ആ രണ്ടെണ്ണത്തിൻ്റെ വൈബ്രേഷൻ, ആ രണ്ട് വൈബ്രേഷൻ്റെ ട്രാൻസിഷൻസ് must have similar energy. Okay, so in general, you know, ഒരു ഫണ്ടമെൻ്റലും ആൻഡ് ഒരു ഓവർടോൺ. ഓക്കെ, സപ്പോസ് ഒരു ഫണ്ടമെൻ്റലും ഒരു ഓവർടോണ് അത് ഏകദേശം അടുത്താണ് നിൽക്കണതെന്ന് വിചാരിക്കും. ദ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ യുനോ ദേ വിൽ ഐദർ the higher, so what will happen is the higher energy will shift to higher to more higher energy, and the lower will go to more lower. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, so because they are very close, what happens is അതിൻ്റെ ഒരു ഷിഫ്റ്റ് പോലെ കാണും. ഓക്കെ, so this is what is your Fermi resonance. അത് കൂടുതൽ രാമനിലാണ് കാണുന്നത്. ഓക്കെ, so with that I'll stop here. Next we'll have to go, there are more topics on this. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.